അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദി സ്വാലിഹിൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. ക്ഷമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് തൗബയെക്കുറിച്ചായിരുന്നു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു വസ്ബിറു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും വസ്വബിറു, നിങ്ങൾ ക്ഷമയിൽ മുൻകടക്കുകയും ചെയ്യുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലയബ്ലു അന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലു അന്നക്കും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. ബിശൈഇൻ മിനൽ വൽ ജൂഇ, മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം, വിശപ്പ് തുടങ്ങുകയാണ് ഞങ്ങളെ കൊണ്ട്. വനഫ്സി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത്, അതുപോലെ സമ്പത്തുകളിലും ശരീരങ്ങളിലും ഫലങ്ങളിലും കുറഞ്ഞതായ കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരി സ്വാബിരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വാബിരീൻ, ക്ഷമാശീലർക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുവഫി സ്വാബിറൂന അജ്റഹും ബിഖൈരി ഹിസാബി, തീർച്ചയായും ക്ഷമാശീലരായ ആളുകൾ അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുന്നതാണ്. നല്ല ക്ഷമയുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുന്നതാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലമൻ സ്വബറു വഅഫറു ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബർ, ആരെങ്കിലും ക്ഷമിച്ചു, ഒഫറ, മാപ്പ് നൽകുകയും ചെയ്തു, ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢതയുള്ള കാര്യത്തിൽ പെട്ടതാണ്. അപ്പോൾ ക്ഷമിക്കണം, നമ്മൾ വിടുതി ചെയ്യണം. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്രി വസ്സലാ, നിസ്കാരം, ക്ഷമ മുൻനിർത്തി നിങ്ങൾ സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ക്ഷമാശീലരുടെ കൂടെയാണ്. നിങ്ങൾ ക്ഷമയും നിസ്കാരവും നിലനിർത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടുക. അല്ലാഹു തആല. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ലനബ്ലു അന്നക്കും ഹത്താ തഅമൽ മുജാഹിദിബിനു മിൻകും വസ്വാബിരീൻ, തീർച്ചയായും നിങ്ങളിൽ നിന്നും ക്ഷമാശീലരെയും വിശുദ്ധരായ യോദ്ധാക്കളെയും നാം അറിയുന്നതുവരെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലു അന്നക്കും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീൻ മിൻകും, നിങ്ങളിലുള്ള യോദ്ധാക്കളെ നാം അറിയുന്നതുവരെ. വസ്വാബിരീന, ക്ഷമാശീലരെയും അറിയുന്നതുവരെ. വൽ ആയാത്തു ഫിൽ അംരി ബസ്സബറു ബയാനി ഫളിലിഹി കസീറത്തു മഅറൂഫ. ആയാത്തു, ആയാത്തുകൾ, ഖുർആനിൽ വചനങ്ങൾ, ഫിൽ അമരി ബിസ്സബിരി, ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിലുള്ളതായ ഖുർആൻ വചനങ്ങൾ. വബയാനി ഫളിലിഹി, അതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നതുമായ അങ്ങനത്തെ ആയത്തുകൾ കസീറത്തുൻ മഅറൂഫ, അറിയപ്പെട്ടതാണ്. അപ്പോൾ ക്ഷമിക്കാൻ കൽപ്പിക്കും. അതിൻ്റെ ധാരാളം ഖുർആൻ വചനങ്ങൾ അവതരിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇനി അടുത്ത ഹദീസ് നോക്കാം. വഅൻ നബി മാലിക്കിൽ ഹാരിസ് ബിനു ഹാസിം അശ്ശരി റളിയല്ലാഹു അൻഹു ഖാല, മാലിക് റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാനി,
വിശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹി നംലഉൽ മീസാൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി നംലാനി ഔ തംലഉ മാ ബൈന സമാവാതി വല്ലർളി. അത്തഹൂറു ഷത്റുൽ ഈമാൻ. വിശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് അത് മീസാനിൽ തുറക്കും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നുള്ളതും അൽഹംദുലില്ലാഹി എന്നുള്ളതും തംലഉ മാ ബൈന സമാവാതി വല്ലർള് ആകാശഭൂമികൾക്കിടയിലുള്ളതായ മുഴുവനും അത് നിറക്കും. സുബ്ഹാനല്ലാഹ് എന്ന്. വസ്സലാത്തു നൂറു. നിസ്കാരം പ്രകാശമാണ്. വസദഖത്തുൽ ബുർഹാനു. ദാനധർമ്മം എന്നാൽ ഈമാനിൻ്റെ ലക്ഷണമാണ്. വസ്സബറ ക്ഷമയുണ്ടല്ലോ അത് റിയാഉ വെളിച്ചവുമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലമായ സാക്ഷിയാണ്. ഔ അലക്ക് അല്ലെങ്കിൽ പ്രതികൂലമായ തെളിവാണ്. ചിലപ്പോൾ അനുകൂലമായി സാക്ഷി നിൽക്കും, ചിലപ്പോൾ പ്രതികൂലമായി സാക്ഷി നിൽക്കും. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. കുല്ലുന്നാസി ബഅദഹു ഫബായിഉ നഫ്സഹു വമഅ്തിഖുഹു ഔ മൂബിഖുഹ. കുല്ലുന്നാസി എല്ലാ മനുഷ്യരും യൗദു ശബായ പ്രഭാതത്തിൽ പുറത്തിറങ്ങുന്നു. ഫബായിഉ നഫ്സഹു ചില ആളുകൾ അവർ ശരീരത്തെ വിൽക്കുന്നു. ഫമൂത്തിഖുഹ അവൻ അവൻ്റെ ശരീരത്തെ മോചിപ്പിക്കുന്നു. എന്നാലോ ഔ മുബീഖുഹ ചിലർ ശരീരത്തെ വിൽക്കുന്നു. അത് കാരണമായി അവർ ശരീരത്തെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ശരീരത്തെ വിൽക്കുന്നത് അല്ലാഹുവിനാണ്. സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ചില ആളുകൾ തെറ്റായ വഴിയിൽ ശരീരത്തെ വിനിയോഗിക്കുന്നു. അത് കാരണമായി അവൻ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു. അവൻ നരകത്തിൽ കടക്കുന്നു. ഇവിടെ നമ്മുടെ വിഷയം വസ്സബറു ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമ അത് വലിയ വെളിച്ചമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.